അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആ മുനാരത്തിൻ്റെ ടോപ്പിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. നോക്ക് ഇതൊക്കെ അന്നത്തെ ഒരു ഇതിലുണ്ടാക്കിയിട്ടുള്ളതല്ലേ. എല്ലാരും വന്നോ നോക്കട്ടെ. പോയി അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പള്ളിയുടെ മുകളിലത്തെ ഇതിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഡൽഹിയുടെ ഒരു വ്യൂ അത് നമുക്കൊന്ന് നോക്കി നോക്കാലോ. ചുമോ അവിടെ എന്തായാലും ഷേവ് ചെയ്ത് കൊടുക്കുക. ശരിക്കും ഡൽഹിയുടെ ഒരു ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെങ്കല്ലുകൊണ്ട് പണിതിട്ടുള്ള റെഡ് ഫോർട്ടും അതുപോലെ തന്നെ പള്ളിയും കാര്യങ്ങളൊക്കെയാണ്. നോക്ക് നോക്ക് അളിയാ, അളിയാ ഇവിടൊക്കെ ഒരു ഗുഹ പോലെ നോക്ക്. ആ കാണുന്ന മിനാരത്തിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്താണെന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആ മിനാരത്തിൻ്റെ മുകളിലേക്ക് കയറാൻ പോവാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ അന്ന് വന്നപ്പോൾ കയറാൻ പറ്റി. അങ്ങനെ പറഞ്ഞത് നമ്മൾ തൃശ്ശൂർ മലപ്പുറം കൂടിയിട്ട് ആകെ പ്രശ്നമായിപ്പോയത്. നമ്മൾ 3 ആൾക്കാരെ 3 ജില്ലക്കാരാണ്. അതാണ് ഭാഷയിൽ കുറച്ചൊരു വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അത് വലിയൊരു കടമ്പാണ് മക്കളെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് കയറി പിടിച്ചോളിട്ടോ. അത്യാവശ്യമായിട്ട് കയറാണ്ട്. എയർ ഹോളുണ്ട്. എയർ ഹോളുണ്ടാ? എല്ലായിടത്തും എയർ ഹോൾ ഉണ്ട് കേട്ടോ.
Oh shit. Okay. दो मिनट वेट करो. फहियाद में रहेगा. करवा तारे അപ്പോൾ അത്യാവശ്യം സ്റ്റെപ്പ് കയറാനുണ്ട്. സ്റ്റെപ്പ് എണ്ണിയിട്ടില്ല, അത്യാവശ്യം സ്റ്റെപ്പ് കയറാനുണ്ട്. പിന്നെ കുട്ടികൾക്ക് അത്ര നമ്മളിപ്പോൾ മുന്നേ കുത്തുബ് മിനാറിലൊക്കെ ആൾക്കാരെ അതുപോലെ കയറ്റിയിരുന്നു. പിന്നെ കുട്ടികളൊക്കെ തിക്കി തേഞ്ഞിട്ട് കുറേ ആൾക്കാർ ശ്വാസം മുട്ടി മരിച്ചതിൻ്റെ പേരിൽ അവിടെ ഇപ്പോൾ ആരും കയറ്റാറില്ല. പക്ഷേ ഡൽഹി ജാമ മസ്ജിദിൽ ആളെ കയറ്റുന്നുണ്ട് ഇവിടെ വന്നപ്പോഴാറുണ്ട്. പക്ഷേ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ശരിക്കും. ഇവിടെ നിന്നുള്ള വ്യൂ കിടിലാണ്. നമുക്ക് ചെങ്കോട്ടൊക്കെ അടിപൊളിയായിട്ട് കാണാം. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ചെങ്കോട്ട കാണുമ്പോൾ. കുട്ടി വന്നു ഇവിടെ നോക്കി വട്ടപ്പുറത്തേക്ക്. ഡൽഹി ജുമാ മസ്ജിദിന്റെ മിനാരത്തിന്റെ മുകളിലാണുള്ളത്. മിനാരത്തിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഒരു കിടിലം തന്നെയാണ്. ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ഇതിന് മുകളിൽ കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ 50 രൂപയ്ക്കുള്ള വെർത്ത് ഉണ്ട്. കാരണം നമുക്കൊക്കെ ഭയങ്കര ആഗ്രഹമാണ് ദുബായിൽ ബുർജ് ഖലീഫ മലയൊക്കെ കയറിയിട്ട് ആ സിറ്റിയുടെ വ്യൂ ഒന്ന് കാണാമെന്നുള്ളത്. ഏകദേശം അതിനോട് സാമ്യം തോന്നുന്ന അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാണ് ഈ ഒരു ഇതുള്ളത്. കയറുന്ന വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എയർ ഹോൾ ഉണ്ട്. അതുകൊണ്ട് കുട്ടികളായിട്ട് കയറാനൊന്നും പ്രശ്നമില്ല. 50 രൂപയാണ് ഒരാൾക്ക് ചാർജ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട, ബാക്കിയുള്ളവർക്കൊക്കെ ടിക്കറ്റ് വേണം. പക്ഷേ അടിപൊളിയാണ്. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടൊരു കാര്യമാണ് ഡൽഹി ജുമാ മസ്ജിദ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം. കാരണം ഞാൻ പണ്ട് ഷെയ്ഖ് സായിദ് മസ്ജിദ് കണ്ടപ്പോൾ അതിൻ്റെ അതേ പാറ്റേണിൽ ഡൽഹി ജുമാ മസ്ജിദ് പഴയ കാലത്ത് നിർമ്മിച്ചുകൊണ്ടപ്പോൾ ഭയങ്കര അഭിമാനം തോന്നി. കാരണം നമ്മുടെ ഇന്ത്യ ഇങ്ങനൊരു സംഭവം വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളൊരു തോന്നൽ തോന്നിയിരുന്നു. അപ്പോൾ ഈ മിനാരത്തിൻ്റെ മേലെ കയറാനുള്ള എൻട്രി ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ മേലേക്ക് കയറാനുള്ള എൻട്രി ഉണ്ടെന്നുള്ളത്. അപ്പം നമ്മൾ തിരിച്ചുവിടുന്ന് ഇറങ്ങാൻ പോകട്ടോ. ഇറങ്ങണ വഴി ഒന്ന് കണ്ടു. നമ്മളിപ്പോൾ മിനാരത്തിൽ നിന്ന് ഇറങ്ങി നല്ല അത്യാവശ്യം നല്ല സ്റ്റെപ്പ് ഇറങ്ങാൻ കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ ആരും മാസ്ക് ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ലെങ്കിലും എല്ലാവരും സേഫ്റ്റി ഡിസ്റ്റൻസും ഇല്ല.
എല്ലാവരും ഒരു പാർക്ക് എന്ന രീതിയിലൂടെ വന്ന് വെയിറ്റ് ചെയ്ത് വൈകുന്നേരമൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളോട് വരുന്നുണ്ട്. ചെരുപ്പ് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല. ചെരുപ്പ് നമ്മളെ കയ്യിൽ പിടിക്കണമെങ്കിൽ പിടിക്കാം. ചില ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ജോഡി ചെരുപ്പ് അവിടെ സൂക്ഷിക്കും. പക്ഷെ അത് അത്ര നല്ലല്ല. നമ്മൾ വെറുതെ 10 രൂപ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പള്ളി ചെയ്യാനുണ്ടാ ഡോറ ഡോറ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഡൽഹി ജുമാ മസ്ജിദിൽ കയറി നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റൊക്കെ ചെയ്തിട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം ഒരു ഉച്ചക്ക് ഇവിടെ വന്നിട്ട് ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ തന്നെ ഫുൾ സ്പെൻഡ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു കൂൾ ഏരിയ, പിന്നെ അതുപോലെ ഈ സ്റ്റോണിൻ്റെ ഒക്കെ ഇടയിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫുൾ ടൈം ഇവിടെ റെസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഏകദേശം 5 മണിയായിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടാണ്. ഡൽഹി ജുമാ മസ്ജിദ് കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ലൊരു സംഭവം ഉണ്ടായിട്ട് കാണാതെ പോകുന്നത് ശരിയല്ല വെച്ചിട്ട് നമ്മളിവിടെ പരമാവധി ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇനി നേരെ റൂമിലേക്ക് പോവാം. ഇനി നാളെ ഞങ്ങൾ ആഗ്രയിൽ പോകും. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും